എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇപ്പൊ എന്റെ മുന്നിലേക്ക് എല്ലാവർക്കും നല്ലൊരു പുഞ്ചിരി, സ്നേഹ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചേ. കമാൺ, 1 2 3. ഫുൾ ചിരിക്കണം, പിടിച്ചു വെക്കരുത്. എല്ലാവരും ചിരിച്ചേ. നിങ്ങൾ വലിയ വലിയ വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാം. ചിലവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ചിരിക്കാൻ പറ്റില്ലെന്നും അറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ച്. ചിലവർ കിച്ചണിൽ പണിയെടുക്കുമ്പോഴാണ് ഉള്ളതെന്നും അറിയാം. ചിലവർ ഇങ്ങനെ യാത്ര നടന്നുകൊണ്ടാണ് ഇന്ന് കേൾക്കുന്നത് അറിയാം. ചിലർ വണ്ടി ഓടിക്കുമ്പോഴാണ് കേൾക്കുന്നത് അറിയാം. എങ്കിലും ചിരിക്കാൻ യാതൊരു തര ബുദ്ധിമുട്ടും എവിടെ ഉണ്ടാവില്ല. കാരണം ചിരിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കൈകാലുകൾ ഉപയോഗിക്കണ്ട എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ചിരിക്കാലോ. കൈകാലുകൾ മാറ്റി വെച്ചോളൂ, ചിന്തകൾ മാറ്റി വെച്ചോളൂ, ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു നിമിഷം ചിരി പറയട്ടെ. ഒന്ന് ചിരി, ശബ്ദത്തിൽ ഒന്ന് ചിരിക്കുന്നത്. ചുമ വരും, ചുമയൊക്കെ വരും ചിരിക്കുമ്പോ, സ്വാഭാവികമാണ്. ശബ്ദമുള്ളൊരു ചിരി ചിരിച്ചേ. ശബ്ദത്തോടു കൂടി ചിരിച്ചേ, ഉറക്കെ ചിരിക്കട്ടെ. ആൾക്കാർ ചോദിക്കട്ടെ എന്താടേ എന്ന് ചോദിക്കട്ടെ, അതുപോലെ ചിരിച്ചേ. നോക്കട്ടെ. യെസ് യെസ് യെസ്, കമാൺ, പോട്ടെ പറട്ടെ. യെസ്, ചിരി. നാണം ചിരിയൊക്കെ വരും, നാണം കുടുങ്ങി ചിരിയൊക്കെ വരട്ടെ. യെസ്. ഇത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചോളൂ, എവിടെയാണോ ചിരിച്ചോളൂ. ഒന്നും എന്റെ മുഖം എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ച് എന്നെ കാണുമ്പോൾ ചിരി വരണം. ചിരിയുടെ ഒരു മാലപ്പടക്കം നമുക്ക് വേണം. കാരണം എന്താ, യെസ്, ചിരി ഏറ്റവും വലിയ അമൃതാണ് എന്നറിയുക. ഇതിനേക്കാളും വലിയൊരു അമൃതം നമുക്ക് സേവിക്കാനില്ല വേറെ. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് വേണമല്ലേ. കുറച്ച് ദിവസം എന്റെ ചിരി കുറച്ച് കുറഞ്ഞു പോയി അല്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ചിരി കുറച്ച് ദിവസത്തെ ക്ലാസ്സിലൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തിരക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിരിക്കാൻ മറന്നു പോകുന്നു ക്ലാസ് എടുക്കുമ്പോൾ. കാരണം ക്ലാസ്സിലെ കാര്യം പഠിപ്പിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയിലും പിന്നെ അപ്പോഴേക്കും അടുത്ത ക്ലാസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ചിരിക്കാൻ ഞാനും മറന്നു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴച്ച് ചേടാ, ഞാൻ ചിരിക്കാതെ കുറെ കാലമല്ലേ. എനിക്ക് നല്ലോണം ചിരിക്കണം, ഭയങ്കര എപ്പോഴും ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ചിരി കുറഞ്ഞു പോയല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാനിങ്ങനെ മുഖമൊക്കെ നോക്കിയപ്പോ പണ്ടത്തെ പോലെ ആ ഒരു ഇതില്ല. ഏതാ ഇതില്ല, ആ തിളക്കമില്ല. അതുകൊണ്ട് ഒന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. നാളെ മുതലൊക്കെ രാവിലെ മുതൽ ചിരി. നാളത്തെ രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ് ചിരിയുടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ചിരി മെഡിറ്റേഷൻ തുടങ്ങാം. അങ്ങനെയൊക്കെ നമുക്ക് ചിരിക്കട്ടെന്ന് അല്ലേ. ഗായത്രി ഒന്നുകൂടി ചിരിച്ചു നോക്കി നോക്കട്ടെ, പോരട്ടെ. യെസ്. ആ അപ്പോ ഇന്നത്തെ ഒരു ഗുരുവചനം ശ്രദ്ധിക്കുക. ഞാൻ അതാണ് പെട്ടെന്ന് നോക്കിയത്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഗുരു ഒരു വചനം അയച്ചത്. ആരാണ് ഏറ്റവും സ്ട്രോങ്ങർ ആയ ആൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹൂ ഇസ് ദ മോർ സ്ട്രോങ്ങർ? ആരായിരിക്കും കൂടുതൽ ശക്തിമാനായി സ്ട്രോങ് ആയി മാറുന്നത് എന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. യെസ്, ആരായിരിക്കും ഏറ്റവും സ്ട്രോങ് ആയി വരുന്നത്? അതിങ്ങനെയാണ് ഇംഗ്ലീഷിൽ: ദർ ഈസ് നത്തിങ് സ്ട്രോങ്ങർ ദാൻ എ ബ്രോക്കൺ മാൻ ഹൂ ഹാസ് റീബിൽഡ് ഹിംസെൽഫ്. ആ പൊട്ടിയെടുത്ത് അല്ലെങ്കിൽ തകർന്നെടുത്തെന്നും കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ ആൾ മാത്രമാണ് ഏറ്റവും സ്ട്രോങ്ങർ ആയി മാറുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ തകർന്നെടുത്തു നിന്നും എത്ര കണ്ട് ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്നുവോ അവൻ മാത്രമാണ് സ്ട്രോങ്ങർ ആവുന്നത്. അല്ലാത്തവൻ ഒരിക്കലും സ്ട്രോങ് ആവില്ല എന്നുള്ളതാണ്. ഇതിന് കുറെ ഉദാഹരണങ്ങൾ പറയണം, പക്ഷെ ഇപ്പോൾ സമയം അതിനല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങൾക്ക് തകർച്ച ഉണ്ടായിട്ടുണ്ടോ? ആരാലെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? ആരാലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അപമാനത്തിനോ മറ്റോ കുറ്റപ്പെടുത്തലിനോ നിങ്ങൾ കഥാപാത്രമായിട്ടുണ്ടോ? എങ്കിൽ സമയം ഇതാണ്, എഴുന്നേക്കൂ, തുടങ്ങൂ. ഇപ്പോൾ തോറ്റെടുത്ത് തുടങ്ങും. അവരാൽ നമ്മൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ജീവിതം എന്നത്. അത് മറക്കാതിരിക്കുക. ഇത് നിങ്ങൾ ഓർത്തുകൊണ്ട് കരുത്തോടുകൂടി ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ കിടക്കാം. ഇന്ന് കരുത്തിന്റെ സെഷനാണ്. എന്താണ് ഇന്ന്? റെഡിയല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് റെഡിയല്ലേ? കമോൺ. യെസ്. ഇന്ന് റെഡി അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ റെഡി അല്ലാത്തവർ റെഡി ആവേണ്ടത്. റെഡി അല്ലാത്തവർക്ക് എന്തോ ഒരു സാധനം നഷ്ടപ്പെടുമെന്നത് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് റെഡിയാണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ലൈഫ്. ഓക്കെ, താങ്ക് യു. അപ്പോ യെസ്, റെഡി. കുറച്ചുള്ള ആൾക്കാർ റെഡി. പറട്ടെ. യെസ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് എൻ്റെ മുമ്പിലുണ്ട്? അവരെ പേരൊന്ന് ടൈപ്പ് ചെയ്ത്, ലോട്ടറി എനിക്ക് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നവരുടെ പേര് മാത്രമേ പറയാവൂ. വെറുതെ അടിക്കണമെന്ന് ദിനേശ് പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യസന്ധമായിട്ട് എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ പേര്. യെസ്.
പോരട്ടെ, കുറച്ചേ ഉണ്ടാവുള്ളൂ, 6 പേര് 7 പേരൊക്കെ എന്റെ മുമ്പിൽ ഉണ്ടാവും, ഇല്ലേ? എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരോടും പറയാൻ ആഗ്രഹിക്കുന്ന ആളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്ത് നിന്നപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ കോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു കിടക്കുകയാണ്, നിങ്ങളുടെ ലോട്ടറി ടിക്കറ്റിന് ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആ സ്വപ്നം കണ്ട ആൾ മാത്രം ഒന്ന് ആ ഒരു പേര് ടൈപ്പ് ചെയ്തേ. സ്വപ്നം കണ്ട ആൾ മാത്രം ചോദിക്കും. ഞാൻ വെറുതെ പറയരുത്, ഇത് എപ്പോ എവിടെ കണ്ടു എന്നൊക്കെ ചോദിക്കും. ഞാൻ ലൈവായിട്ട് എടുത്ത് ചോദിക്കും. യെസ്, ആ, അടിച്ചിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുന്ന അത്ഭുതകരമായ നിമിഷം നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? പക്ഷേ എന്റെ യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ആ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാതെ പോകുന്നത്? അതിനുത്തരം ആർക്ക് പറയാൻ പറ്റും? നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, ശരി, സമ്മതിച്ചു. കാണാത്തവർ കുറെ ഉണ്ട്. യെസ്, ആഗ്രഹമല്ല സ്വപ്നത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇതാണ് വിഷയം. നിങ്ങൾക്ക് ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ലോട്ടറി എടുത്തില്ലെങ്കിൽ ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ലോട്ടറി അടിച്ചതായിട്ട് കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല, സ്വപ്നം നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ആ സ്വപ്നം നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്ന് ഒന്നാമത്തെ ചോദ്യം. ഇനി സ്വപ്നം കണ്ടവരോടുള്ള ചോദ്യം: എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോകുന്നത്? നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും, ടിക്കറ്റുകൾ വാങ്ങിച്ചു, പ്രാർത്ഥിച്ചു, എന്നിട്ടും ഭാഗ്യം മറ്റാരുടെയോ വീട്ടിൽ പോയി തട്ടുന്നു. അത് സഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മറ്റാരോ ഒരാൾക്ക് കൊണ്ടുപോകുന്നു. എന്തൊരു സഹനല്ലേ, എത്ര ശക്തി വേണമല്ലേ? അപ്പോ ഇന്ന് ഈ കാര്യമാണ് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ പോകുന്നത്. ഭാഗ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പഠിപ്പിക്കില്ല. ആണോ? അങ്ങനെ വേണോ? ഭാഗ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതല്ല ഞാൻ പഠിപ്പിക്കുന്നത്, മറിച്ച് ഭാഗ്യം എങ്ങനെ നിങ്ങളെ കണ്ടെത്താതെ പോകുന്നു എന്നുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഗ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല, ഭാഗ്യം എന്തുകൊണ്ട് നിങ്ങളെ കണ്ടെത്താതെ പോകുന്നു. അപ്പൊ എവിടെയാണ് ഭാഗ്യം? അവിടെ ഉണ്ട്, പക്ഷെ അത് ഭാഗ്യത്തിന് നിങ്ങളെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ഇതുവരെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭാഗ്യം എന്നിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ, അല്ലെ? ഭാഗ്യം ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ ഭാഗ്യമുള്ളിടത്ത് അങ്ങോട്ട് പോകാമെന്ന്? ഇല്ലല്ലോ, അല്ലെ? ഇത് രണ്ട് വ്യത്യാസമല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഭാഗ്യം ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, എന്തിലേക്ക് വരട്ടെ. നമ്മൾ ഭാഗ്യം ഉള്ളിടത്തേക്ക് പോകാമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഭാഗ്യം ഉള്ളിടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു മൈൻഡ് ആണ്, നമ്മുടെ മൈൻഡാണ് നമ്മുടെ ലോട്ടറി അടിക്കുന്നതിന്. എന്ത് തന്നെ ലോട്ടറി എന്ന് ഞാൻ വാക്ക് ഇപ്പൊ ഉപയോഗിക്കുന്നു, പകരം എന്ത് തന്നെ ആണെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് എല്ലാത്തിന്റെയും ഉത്തരവാദി നമ്മുടെ മനസ്സാണ്. ദ മൈൻഡ് ഈസ് ദ ക്രിയേറ്റർ, അല്ലെ? മനസ്സാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന് എല്ലാ സംഭവങ്ങളും, അത് ലോട്ടറി ആയാലും ബിസിനസ് ആയാലും ബന്ധമായാലും മറ്റു സമ്പത്തായാലും, ഒരൊറ്റ പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. എന്താണ് ആ പ്രക്രിയ എന്നറിയാവോ? ഇതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രക്രിയ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ആ പ്രക്രിയ എന്താണ്? നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രക്രിയ എന്താണ്? വാട്ട് യു തിങ്ക്, വാട്ട് യു ബിലീവ്, വാട്ട് യു അട്രാക്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങൾ എന്തിനെ ആകർഷിക്കുന്നു. ഈ 3 തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലോട്ടറി അടിക്കണമെങ്കിൽ എളുപ്പമുള്ള മെത്തേഡ് എന്തായിരിക്കണം? പറയണ്ടല്ലോ, ക്ലിയർ ആയി. നിങ്ങൾ അതിനു വേണ്ടി ചിന്തിക്കണം, അതിനെ വിശ്വസിക്കണം, അതിനെ ആകർഷിക്കണം. 3 തത്വമല്ലേ? ആണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ലോട്ടറി വിജയിക്കുന്നവർക്ക് മാത്രമായിട്ട് ദൈവം ഒരു പ്രത്യേക ഭാഗ്യം കൊടുത്താണ്? അവനോട് ദൈവം പറഞ്ഞു, നീ എവിടെ പോയാലും ലോട്ടറി അടിക്കോടെ, നിന്നെ ഇതിനാണ് ഞാൻ സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. എല്ലാവരും യൂട്യൂബ് കാണുന്നവരെല്ലാം ടൈപ്പ് ചെയ്ത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ലോട്ടറി അടിക്കാനായിട്ട് ഒരു പ്രത്യേക ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞു, നീ എവിടെ പോയാലും ലോട്ടറി അടിക്കും, നിനക്കതാണ്, നിനക്ക് ലോട്ടറി വേണ്ട. ഉണ്ടോ അങ്ങനെ ഒരു സംഭവം? ഇല്ല. എല്ലാവരും ഇല്ല എന്ന് പറയും. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. ഇല്ല, ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പൊ ഞാൻ ഈ വീഡിയോ നാളെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ വരുമ്പോഴും നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോ കാണുന്നവർ പറയണം, നിങ്ങളും പറയണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ ഒരു ഭാഗ്യം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. ലോട്ടറി അടിക്കുന്നതും അടിക്കാത്തതുമൊക്കെ അവർക്ക് അവരുടെ മനസ്സിന്റെ തരംഗം, വൈബ്രേഷൻ ശരിയായ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കൊണ്ടാണ്. അവർ അവരുടെ വൈബ്രേഷനെ ആ സ്ഥലത്തിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നു. എന്താണ്? അവരുടെ മനസ്സ് സദാ വിശ്വസിക്കുന്നു, ഞാൻ ഭാഗ്യവാനാണ്. നിങ്ങളോ? നിങ്ങൾ എന്താ പറയണേ? എനിക്ക് പണം ലഭിക്കാൻ എളുപ്പമാണ്. അവൻ എപ്പോഴും പറയും, എനിക്ക് കിട്ടും, കിട്ടും. എനിക്ക് ദൈവം എല്ലാ അനുഗ്രഹവും നൽകുന്നു. ആ ദൈവം തരും. എനിക്ക് യൂണിവേഴ്സ് എല്ലാ അനുഗ്രഹവും നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ലോട്ടറി അടിച്ച ഒരുത്തനോട് ന്യൂസ് എങ്ങനെ കിട്ടിയെന്ന്? ദൈവം തരും, ദൈവം തന്നു എന്ന് പറയും എളുപ്പം. കാരണം അവന് മനസ്സിനെ പറ്റി കൂടുതൽ അറിയില്ലെങ്കിൽ അവൻ പറയും. മറ്റുള്ളവന് പറയും, ആ ഞാൻ മനസ്സുകൊണ്ട് റെഡിയാക്കി എടുത്താന്ന് പറയും. അപ്പോൾ അവരുടെ മനസ്സ് വിശ്വസിക്കുന്നിടത്താണ് അവരുടെ ചിന്തകൾ എന്താണോ, ചിന്തകൾ കറക്റ്റായി. കാരണം ചിന്തകളില്ലാതെ അവൻ പോയിട്ട് ലോട്ടറി എടുക്കുമ്പോൾ എനിക്ക് അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ലോട്ടറി എടുക്കുന്നത്. നിങ്ങളോ ലോട്ടറി അടിക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എത്ര എടുത്തതാ, കിട്ടിയാ കിട്ടി, നോക്കാം, എടുക്കണോ വേണ്ടേ? ഓ പിന്നെ അധികവും നമ്മൾ ലോട്ടറി എടുക്കുന്നത് എന്താ അറിയോ? ലോട്ടറിക്കാരൻ വേണ്ടി ചേട്ടാ ചേട്ടാ ഒന്നെടുക്കും നാളെ മാർക്ക് ഒന്നെടുക്കും. ഓ വേണ്ട, ഒന്നെടുത്തോ. പിന്നെ പറയും ഇന്ന് വൈകിട്ടാണ്, ഒന്നെടുത്തോളൂ. പിന്നെ അവൻ പറയും, പിന്നെ രണ്ടാമത് അയാൾ പറയും, ഒന്നെടുത്തു നോക്ക് ചേട്ടാ, ഇന്ന് വീട്ടില് പട്ടിണിയാണ്. അപ്പൊ നിങ്ങൾ പിന്നെ നിന്റെ പട്ടിണി മാറട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ലോട്ടറി എടുക്കുന്നത്? യാഥാർത്ഥ്യം ഇതല്ലേ? ഇത് 90% യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. 1% ആൾക്കാർ മാത്രമേ എനിക്ക് വേണമെന്ന് കരുതി ലോട്ടറി എടുക്കാറുള്ളൂ. ഇത് സത്യമല്ലേ? എന്നിട്ട് പറയും എനിക്ക് ലോട്ടറി അടിച്ചില്ല. പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി എന്ത് കേട്ടിട്ട് നിങ്ങൾ താഴെ വന്നിട്ട് തെറി വിളിക്കാനും വിളിച്ചോ, അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. വെറുതെ വീഡിയോന് താഴെ പറയാന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. അപ്പൊ ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന വാക്കുകൾ ഇതാണ്, എനിക്ക് ഭാഗ്യമില്ല. ലോട്ടറി ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിക്കും. എനിക്ക് അഥവാ കിട്ടിയിട്ടെന്തോ, കിട്ടിയാലോ ആ പണം കൊണ്ട് ഒരു ഗുണമില്ലെന്നേ. ലോട്ടറി അടിച്ചാലും അതൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. എനിക്കൊന്നും പിടിച്ചു നിൽക്കത്തില്ല. പണം എൻ്റെ അടുത്ത് നിൽക്കൂല. ഇവയെല്ലാം നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഹിപ്നോസിസ് ആണെന്ന് തിരിച്ചറിയുക. അതേസമയം നിങ്ങൾ നിങ്ങളുടെ സ്വയം അഭാഗ്യത്തിലേക്ക് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുകയാണ് എന്ന് തിരിച്ചറിയുക. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ 3 വാക്കുകളും നിത്യവും നമ്മളെല്ലാം ഉപയോഗിക്കുന്നതല്ലേ. ഓ എനിക്കെന്ത് ലോട്ടറി അടിക്കാനാണ്, ചുമ്മാ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. അത് ചില ആൾക്ക് മാത്രമേ അടിക്കുള്ളൂ, എനിക്കൊന്നും അടിക്കുള്ളൂ. പറഞ്ഞില്ലെങ്കിലും അകത്തിതുണ്ട്. ഇല്ലാന്നൊന്ന് പറഞ്ഞു നിങ്ങൾ ഇല്ല, ഇങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നെന്ന് പറഞ്ഞ് എത്ര പേര്? ഇനിയിപ്പോ കിട്ടിയ ലോട്ടറി ഇപ്പൊ ഒരു കിട്ടിയ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയപ്പോ എന്താ? ഇപ്പോഴും ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ, ഇല്ലാന്നും പറയില്ല കേട്ടോ. എന്റെ മൈൻഡ് സെറ്റ് അതാ. ഞാൻ പറഞ്ഞു നമ്മൾ കിട്ടിയപ്പോ 1 കോടി കിട്ടും, എന്നിട്ട് എന്ത് ചെയ്യാനാ? അത് 4 വഴിക്ക് പോകും അല്ലേ? ഭാഗ്യത്തിന് ചോദ്യമൊന്നുമില്ല. ഭാഗ്യം വന്നതാ. നിങ്ങൾക്ക് 1 ലോട്ടറി അടിച്ചാൽ 10 ലോട്ടറി അടിച്ച ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കോടീശ്വരനാവാൻ പറ്റില്ലേ? ആവാൻ പറ്റും. പണം ഉണ്ടായാൽ മാത്രം കാര്യമില്ല, അതിന് വിനിയോഗിക്കാൻ അറിയണം. അത് രണ്ടാമത്തെ പോയിന്റ്. പക്ഷെ ആദ്യം നമുക്ക് ലോട്ടറി അടിക്കുന്നതിനെ പറ്റി പറയാം. അപ്പോ നമ്മൾ നമ്മളെ തന്നെ ഹിപ്നോസിസ് ചെയ്ത് വെക്കുകയാണ്, ഹിപ്നോട്ടൈസ് ചെയ്ത് വെക്കുകയാണ്. ഇതൊന്നും എനിക്ക് കിട്ടൂല, ഇതൊന്നും നടക്കുന്നല്ല എന്ന് പറഞ്ഞിട്ട് ലോട്ടറി എടുത്തിട്ട് കിട്ടിയില്ലെന്നുണ്ട്. ഞാൻ കുറച്ച് ഉദാഹരണം പറയാം. ഇതൊന്ന് ഒരു 5-6 പറഞ്ഞു നോക്കാം. നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് നോക്കുക, ഈ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത്. ഭാഗ്യം അത് ചിലവർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് പറയാറുണ്ടോ? എല്ലാവർക്കും ഒന്നും ലോട്ടറി അടിക്കുന്നുണ്ട്, എനിക്കൊന്നും. അപ്പൊ യൂണിവേഴ്സിനോട് നമ്മൾ എന്താണ് പറയുന്നത്? സെൽഫ് റിജക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ഞാൻ അതിൽ പെട്ട ആളല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ഭാഗ്യം കയറി വരണ്ട, നീ ആ വഴിയേ പോയിക്കോ എന്നല്ലേ ഈ പറയുന്നതിന്റെ അർത്ഥം? അതുകൊണ്ട് എന്താണ്? അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള സ്പേസ് അവിടെ കൊടുക്കുന്നില്ല, ആകർഷണത്തിനുള്ള സ്പേസ് പോലും കൊടുക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ക്ലോസ് യുവർ ഡോർ. ഭാഗ്യം അത് ചിലവർക്ക് മാത്രം, എനിക്കില്ല. ഓക്കെ, നിങ്ങൾ പൊക്കോട്ടെ. നമ്മളല്ലേ, നമ്മൾ ഒരാൾ വീട് അന്വേഷിച്ച് വരുമ്പോ എവിടെയാ സുനിൽകുമാറിന്റെ വീട്? സുനിൽകുമാറിന്റെ വീടോ? ഏത് സുനിൽകുമാർ? സുനിൽകുമാർ അങ്ങ് അവിടെയാണ്. അങ്ങനെ പറഞ്ഞു വിട്ടേക്കുള്ളൂ. അതേപോലെ ഈ ഭാഗ്യത്തെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിടും. ഇത് അകത്ത് നടക്കുന്ന പ്രക്രിയയാണ് ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധയോട് കേൾക്കണം. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത്, രണ്ടാമതല്ല പിന്നെ പറയുന്ന കാര്യം, ഞാൻ കുറച്ച് എന്റെ അറിവിൽ നിന്ന് കുറച്ച് പോയിന്റുകൾ മാത്രമാണ്, നിങ്ങൾ കൂട്ടാട്ടോ. എനിക്ക് ഇത്ര വലിയ ഭാഗ്യം അടിക്കാൻ സാധ്യതയൊന്നുമില്ലെന്നേ. 1 കോടിയോ? എനിക്ക് അത്രക്കുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെന്നേ. 5 കോടിയോ? സാധ്യതയില്ല. എന്താണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്? ഭാഗ്യമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു,
പക്ഷെ എന്റെ ഭാഗ്യം 100 രൂപ, 1000 രൂപ, 5000 രൂപ, അത്ര വരെ എനിക്കുള്ളൂ എന്ന് ഞാൻ സ്വന്തം സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് അവിടെ നടക്കും. ഇത്ര വന്നാൽ മതി, ഇതിനപ്പുറം ഇങ്ങോട്ട് വരണ്ട. അല്ലേ? നിങ്ങൾ ഒഴുകിപ്പോകുന്ന പുഴയിൽ നിന്ന് ഒരു മോട്ടർ ഇട്ടാൽ ആ മോട്ടറിൽ എത്ര വെള്ളം, ആ പൈപ്പിൽ എത്ര വെള്ളം കൊള്ളുന്നു അത്ര മാത്രമേ മോട്ടർ എടുക്കത്തുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് 5000 വരെയൊക്കെ കിട്ടും, 10000 വരെയൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. ഇത് ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ സംശയത്തിലെ നിഴലിൽ പോകുമ്പോൾ വൈബ്രേഷൻ ഇൻസ്റ്റന്റ്ലി ഡൗൺ ആകും എന്നുള്ളതാണ് നിയമം. ഇത് ശരിക്കും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിയമമാണ്, ഡൗൺ ആവും. ഇനിയോ, എനിക്ക് ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടായിട്ടേയില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ ഇപ്പൊ ഉണ്ടാവും? അല്ലെ? എപ്പോ നോക്കിയാൽ പറയും ഭാഗ്യമോ അത് എനിക്കില്ലാത്ത സാധനം, എനിക്ക് ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നേ വരെ ഒരു തീപ്പെട്ടി പോലും എനിക്ക് അവിടെ ലോട്ടറി അടിച്ചു, തീപ്പെട്ടി പോലും അടിച്ചു കിട്ടിയിട്ടില്ല. അല്ലെ? അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്കിക്കുത്തൊക്കെ അടിച്ചു, ഇന്നേ വരെ ഒരു കറക്കിക്കുത്ത് പോലും കിട്ടിയില്ല, പിന്നല്ലേ ലോട്ടറി? അല്ലെ? പറഞ്ഞ പോലെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഫാസ്റ്റ് ലൂപ്പിംഗ് ക്രിയേറ്റ് എനർജറ്റിക് വാൾസ് എന്നാ പറയാ. ഇതെല്ലാം സൈക്കോളജിക്കലാണ് പറഞ്ഞത്. ഫാസ്റ്റ്, അതായത് നമ്മൾ പഴയതായിട്ട് ലൂപ്പിംഗ് ഉണ്ടല്ലോ, അത് നമുക്കൊരു മതിൽ പണിത് തരും. ഒരു മതിൽ അവിടെ പണിത്, നിങ്ങൾ പഴയ നിരാശകളെ വിടാത്തടത്തോളം കാലം പിടിച്ചാൽ പുതിയ അവസരങ്ങളെ എത്താനേ അവിടെ പറ്റില്ല. കാരണം അത് വാളായിട്ട് ഫിൽട്ടർ ആയിട്ട് അവിടെ കിടക്കും. ഇതൊക്കെ സിസ്റ്റമാണ്, നമ്മുടെ ബ്രെയിൻ്റെ സിസ്റ്റമാണ്. അത് ബ്ലോക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വിട്ടുകളെ തട്ടിക്കളയും സാധനത്തെ. എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ എപ്പോഴും ആ ചിന്തയുണ്ട്. പിന്നെ ഉണ്ടാവും പറഞ്ഞ് ചിന്തിക്കുന്നത് എന്താ? ലോട്ടറി വാങ്ങിയാൽ പണം വെറുതെ നഷ്ടപ്പെട്ടു. 40 രൂപ 50 രൂപ കൊടുത്ത് ലോട്ടറി വാങ്ങിച്ച് വെറുതെ പൈസ കളയാണ്. ചിന്തിക്കില്ലേ? സത്യമായിട്ട് ചിന്തിക്കില്ലേ? ഇല്ലെന്ന് പറയാൻ ടൈപ്പ് ചെയ്തൊക്കെ മേടിക്കുന്ന ആൾ പറയല്ലേ, വെറുതെ പോയതാ. അല്ലേ? എത്ര രൂപ ജ്യൂസ് ഒഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും എന്താ പറയാ കള്ളു കുടിച്ചിട്ടും കളയുന്ന ആൾക്കാർ, എന്നിട്ടും പറയണ എന്താ? ലോട്ടറി എടുത്ത പൈസ നശിച്ചു. അല്ലേ? ഫിയർ ഓഫ് വെൽത്ത്. ലോട്ടറി അടിച്ചാൽ പണം പോകുമെന്നുള്ള, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് ആക്ച്വലി സംഭവിക്കുന്ന ഫിയർ ഓഫ് വെൽത്ത്, റിജക്ഷൻ ഓഫ് വെൽത്ത്. സമ്പത്തിനെ തകർത്ത് കളിയാണ്, സമ്പത്ത് വരുന്നതിനെ ഓടിച്ചു കളിയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സെന്താ പറയുന്നതോ? ഡോണ്ട് സ്റ്റേ സേഫ്, ഡോണ്ട് വിൻ എന്ന് പറയും. മനസ്സതിന് കൃത്യമായിട്ട് പറയുന്നതിന്റെ അർത്ഥം സ്വസ്ഥമായിട്ട് ഒരു സൈഡ്, എന്താ പറയാ, സേഫ് ആയിട്ടിരിക്കൂ. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. എന്താണ്? വിന്നിങ് ഒന്നും വേണ്ട. കാരണം നിങ്ങളെ നിൽക്കില്ല കാശ്, പിന്നെ എന്തിനാണ്? പിന്നെയുമുണ്ട്. ഞാൻ ഇതൊന്നും ഉദാഹരണം പറഞ്ഞു പോകുന്നുള്ളൂ, സമയം എടുക്കുന്നില്ല. ഞാൻ ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നത്, എത്രയോ ലോട്ടറി ടിക്കറ്റ് എടുത്തു, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശ്രമം നിർത്തി. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് കേൾക്കുന്നത്? ഹോപ്പ്ലെസ്, വൈബ്രേഷൻ ഓഫ് ഹോപ്പ്ലെസ്. ഒരു പ്രതീക്ഷയില്ല ഇയാൾക്ക്. പിന്നെ പ്രതീക്ഷയില്ലാത്ത ആൾക്ക് കൊടുക്കോ? പ്രതീക്ഷയില്ല. അലാവുദ്ദീൻ അത്ഭുത വിളക്കിന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ? അലാവുദ്ദീൻ ചോദിക്കുകയാണ്, എനിക്കുന്നത് വേണമെന്ന് ചിന്തിക്കാതിരുന്ന എന്താണോ ചിന്തിച്ചത് അതാണ് പ്രത്യക്ഷപ്പെട്ടത്. കണ്ടിട്ടില്ലേ? ഫസ്റ്റ് മുതലുള്ള കഥയാണ്. എത്രയോ കഥകൾ, വിക്രമാദിത്യന്റെ വേദാന്തത്തിന്റെ കഥയൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. ഇതേ സംഭവം പറഞ്ഞിട്ടുള്ളത്. എന്ത് ചിന്തിക്കുന്നുവോ അത് ലഭിക്കുന്നു. അല്ലെ? ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്ത് ചിന്തിക്കുന്നു അത് ലഭിക്കുന്നു. അലാവുദ്ദീൻ ചിലപ്പോൾ ചിന്തിച്ചു, എനിക്ക് ഭക്ഷണം വേണം, ഇഷ്ടം പോലെ ഭക്ഷണം വന്നു. എനിക്ക് സുഖമായി കിടന്നുറങ്ങണം, സുഖമായിട്ട് കിടന്നുകൊണ്ട് മെത്ത വന്നു. പിന്നെയോ കുറച്ച് കഴിയുമ്പോൾ മറ്റെന്തോ വേണ്ടാത്ത ചിന്തിച്ചു, അതും വന്നു. ലാസ്റ്റ് എങ്ങനെ ആ കഥ അവസാനിക്കുന്നതൊക്കെ നോക്കണേ. ഇതുപോലെ മനുഷ്യന്റെ അവസ്ഥയിലെത്തും. അപ്പോ യൂണിവേഴ്സ് എപ്പോഴും പറയുന്നത്, നമ്മൾ എന്താണോ ഹോപ്പ്ലെസ് ഉണ്ടാവുന്നത് അത് തന്നെ സംഭവിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, എനർജിക്ക് ഹൈ ആവില്ല. പിന്നെ വേറെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്ത അതേ കാര്യം, ദൈവം തന്നാൽ കിട്ടും. ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ ദൈവം തരണം എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പാസീവ് ഫെയ്ത്ത് വിത്തൗട്ട് എ വൈബ്രേഷൻ ഈസ് ഇൻകംപ്ലീഷൻ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാ പറയുന്നത്. അത് വെറുതെയുള്ള തോട്ടാണ്, ഇതിനൊരു പ്രതീക്ഷയില്ല അവിടെ. ദൈവം തന്നാൽ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇതൊന്നുമില്ല, എനിക്കൊരു വൈബ്രേഷനും ഇല്ല, വേണമെങ്കിൽ ദൈവം എന്തെങ്കിലും വൈബ്രേഷൻ ഇട്ടോട്ടെ എന്ന് പറയുന്ന വൈബ്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്, അതില്ല. അപ്പോ ഗോഡ് ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദൈവത്തിന് ശരിക്കും ദൈവം ഹെൽപ്പ് ചെയ്യുന്നത് ആ നിലയിലുള്ള ആൾക്കാരെ മാത്രമേ ദൈവത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ദൈവം കൊടുക്കുന്ന സാധനത്തെ വാങ്ങിക്കാനായിട്ട് കൈ തുറന്നു വെക്കാത്തവന് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
എന്ന് വെച്ചാൽ കൈ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വൈബ്രേഷൻ ഇല്ലെങ്കിൽ ദൈവം നൽകുന്നതിന് നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? സിമ്പിളാണ്. ദൈവം 1 കോടി തരുന്നു, 1 കോടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, പിന്നെ എനിക്ക് 1 കോടി കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആ 1 കോടി അങ്ങനെ പോവും. ഇതാണ് യഥാർത്ഥ തത്വം മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഭാഗ്യത്തിന്റെ വൈബ്രേഷൻ എങ്ങനെ സൃഷ്ടിക്കാം എന്ന് പഠിക്കണം. അല്ലാതെ ഇത് കിട്ടുമൊന്നുമില്ല. ഭാഗ്യത്തിന്റെ വൈബ്രേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത്. ഇത് എല്ലാവർക്കും സാധ്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഒരു വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ ക്ലാസ്സാണ്, ഇംഗ്ലീഷാണ്, US-ലാണ്. അയാള് 10 തവണയാണ് ജാക്ക്പോട്ട് അടിച്ച അയാൾക്ക് 10 പ്രാവശ്യം ജാക്ക്പോട്ട് അടിച്ചു. $multi-billion വരുന്ന 10 പ്രാവശ്യം അടിച്ചു. ഇതേ ടെക്നിക്ക് ഫോളോ ചെയ്ത് അയാൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. അയാൾ ഇരുന്ന് കാണിച്ചാൽ 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി 9ാമത്തെ ദിവസം ജാക്ക്പോട്ട് അടിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അയാളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ക്ലാസ്സിൽ കൃത്യമായി ടെക്നിക്കുകൾ അടക്കം അയാൾ പഠിപ്പിച്ചു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. മൈൻഡിനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. വെറുതെ ഇരുന്ന് കേട്ടുകൊണ്ടല്ല, മൈൻഡിനെ അതുപോലെ നമ്മൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ അറിയണം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ചിന്തകളെല്ലാം നിങ്ങൾക്കുണ്ടല്ലോ. ഈ ചിന്തകൾ ഉള്ളവർക്ക് എങ്ങനെ ലോട്ടറി അടിക്കുന്നത് പറയണേ? നിങ്ങൾ ലോട്ടറി അടിച്ച ആളോട് ഇതേ ചിന്തകൾ ലോട്ടറി അടിച്ച ആളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരില്ല. ഇപ്പൊ ഞാൻ ലോട്ടറി അടിച്ചു, എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവര് പറയുമ്പോൾ ഭംഗിയെന്ന് പറയും, ഓ ഞാൻ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, ദൈവം എനിക്ക് തന്നതാണ് എന്നൊക്കെ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയും. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അത് ഉണ്ടാവും. കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരാൾ പോയി ലോട്ടറി എടുക്കുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഏതൊരാളും ലോട്ടറി എടുക്കുന്നത്, വെറുതെ എടുക്കാറില്ലേ? അപ്പോ ഇത് പറയുന്നത് മാത്രം കേട്ടിട്ട് കാര്യമില്ല. അവരിൽ എന്ത് വൈബ്രേഷൻ ഉണ്ടായി എന്ന് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന്റെ വൈബ്രേഷനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നറിയാം. ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇനി കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഭാഗ്യത്തിന്റെ വൈബ്രേഷൻ എങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇല്ല, ആ വൈബ്രേഷൻ പ്രോഗ്രാം ചെയ്യാൻ ആർക്കും ആഗ്രഹമില്ല. ആഗ്രഹമുള്ളവർ ടൈപ്പ് ചെയ്തേ, ഒന്ന് ടൈപ്പ് ചെയ്തേ, എന്നാൽ ബാക്കിയുള്ള കാര്യം പറയും. എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, എന്താണ് പ്രോഗ്രാം ചെയ്യുന്നത്? അല്ല, ഒരു കാര്യം ചോദിച്ചത്, എന്റെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ലോട്ടറി അടിക്കുന്ന ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ആദ്യം എന്റെ പേര് എഴുതാം. ലോട്ടറി അടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേര് വീണ്ടും വന്നു. എന്റെ ഫുൾ പേര് ദിനേശ് മുങ്ങൻ. ലോട്ടറി അടിക്കും അല്ലേ? ലോട്ടറി അടിച്ച എനിക്ക് ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് അറിയാം കഥ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് വന്നില്ലേ? ഇങ്ങനെയാണ് വരിക. ഇത് എവിടെയെങ്കിലൊക്കെ കൊണ്ട് വെക്കും, അതെങ്ങനെയായാലും വെക്കും അവിടെ. എന്താ ലോട്ടറി അടിച്ചാൽ ലോട്ടറി പൈസ ബാങ്കിൽ ഇരിക്കും, എനിക്ക് ഇവിടെ വന്നിരിക്കുന്നതിന് എന്താ കുഴപ്പം? ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചേർത്ത് പറഞ്ഞു പോകും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇറക്കും. ഇത് ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞതാ. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇറക്കിയിരിക്കും. ലോട്ടറി അടിച്ചാൽ എന്താ, എവിടെ പോകണം? ഒന്നും പോലും മനുഷ്യൻ ഒരു വലിയ മാറ്റമൊന്നും ലോട്ടറി അടിച്ച് വരാൻ പോണില്ല. കാശ് ബാങ്കിൽ കിടക്കും, നമ്മൾ ഇതേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ആർക്കെങ്കിലും തോന്നുന്നു 24 ലോട്ടറി അടിച്ച് പൈസ ഉണ്ട് 24 മണിക്കൂർ കിടന്നുറങ്ങാന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും? നടക്കൂല. ഒരാഴ്ച കിടക്കും, അതിനപ്പുറം കിടക്കും പറ്റൂല. അതൊക്കെ നമുക്ക് പറയാനേ ഉള്ളൂ. ഇതാരാ നോ പറയുന്നത്? ലോട്ടറി അടിക്കണമെന്നില്ല, ആഗ്രഹമില്ലാത്ത ആളോ? സിന്ധു, താങ്ക് യു വെരി മച്ച്. ഒരാഗ്രഹമില്ലേ? ഓക്കെ, ശരി. അപ്പോൾ റെഡി ആയിക്കോ, ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരാം. എല്ലാം ഫോണും ഒക്കെ എടുത്തു വെച്ച് റെഡി ആയിക്കോ. നിങ്ങൾ വൈബ്രേഷൻ മാറ്റുന്നതിനെ പറ്റിയിട്ട് അറിയാനാണ്. എങ്ങനെ വൈബ്രേഷൻ മാറ്റും, എങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം ഞാൻ നിരന്തരം വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് എന്താണ്? മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ എല്ലാ ക്ലാസ്സുകളും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്സുകളാണ്. അവിടെ ഒരു ക്ലാസ്സും കൂടിയുണ്ട്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആയിട്ടും മാറ്റം. ക്ലാസ് കേൾക്കാത്തവരോടല്ലേ ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചിട്ട് ആവാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടെക്നിക്കാണ് ഹിപ്നോസിസം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഹിപ്നോസിസം എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ 2 വിഷയമാണ്. മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് ബോധ മനസ്സുകൊണ്ട് ഉപബോധ മനസ്സിനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ബോധ മനസ്സ് ആദ്യം വേണം. പക്ഷെ ഈ ബോധ മനസ്സ് ഉപയോഗിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോധ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഉപബോധ മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല.
അപ്പോൾ അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടില്ല ഫലം ലഭിക്കാനുള്ള ഏകമായ മാർഗം നമ്മുടെ അബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യണം. അബോധ മനസ്സിലേക്ക് ബോധ മനസ്സിനെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് നേരെ അബോധ മനസ്സിലേക്ക് കടന്നുകൊണ്ട് നമ്മൾ ആ ഉപബോധ മനസ്സിലേക്ക് പോകും. ഇതിനാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഈ ഹിപ്നോസിസത്തിലൂടെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വൈബ്രേഷനെ മാറ്റാൻ പറ്റുമല്ലോ. അതായത് നമ്മുടെ പഴയ വിശ്വാസങ്ങൾ, നമ്മൾ പഴയ വൈബ്രേഷനുകൾ വെച്ചിട്ടുള്ള വൈബ്രേഷനുകളെ ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കും. എനിക്ക് പണത്തിന് യോഗ്യതയില്ല എന്ന് പറയുന്നയാളെ മാറ്റിക്കൊണ്ട് എനിക്ക് പണത്തിന് യോഗ്യതയുണ്ട് എന്ന് അവിടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ദിവസവും ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ, ഒരു ഹിപ്നോസിസ് ഓഡിയോ ഉണ്ട്, ആ ഓഡിയോ പ്രാക്ടീസ് ചെയ്ത് മനസ്സിന്റെ വൈബ്രേഷനുകൾ ലക്കി ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു തത്വം. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു മെത്തേഡ്, ഈ മെത്തേഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദിവസവും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫ്രീക്വൻസി ഉയരാൻ തുടങ്ങും. ഇനി അതേ സമയത്ത് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. വിഷ്വലൈസേഷൻ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല, പുതിയ മെത്തേഡാണ്. ഹിപ്നോസ്, വിഷ്വലൈസേഷൻ, മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. അത് ചെയ്യാനുള്ള പ്രക്രിയയാണ്. ഇതെല്ലാം ഓഡിയോ സിസ്റ്റത്തിലൂടെയും ചില അഫർമേഷൻസിലൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ഒരു ലോട്ടറി വിന്നറാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. നമുക്ക് ലഭിച്ച സമ്മാനത്തിനെ അനുഭവിപ്പിക്കുന്ന പ്രക്രിയയാണ്. നമുക്ക് ലഭിച്ച സമ്മാനത്തിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്ന പ്രക്രിയയാണ്. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളുടെ വൈബ്രേഷൻ ഉയരുന്നത് കാണാൻ പറ്റും. സാധാരണ ഒരുത്തം വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാണുന്ന ആൾക്കാരോട് ഞാനിപ്പോ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാനാണെന്ന് താഴെ ടൈപ്പ് ചെയ്യൂ. നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന, ഇവിടെ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഓൾറെഡി എന്റെ ക്ലാസ്സിലുള്ളവരാണ്, നിങ്ങൾക്കെല്ലാം ഈ സ്റ്റേറ്റ്മെന്റ് അറിയാം. പുതിയതായിട്ട് എന്നെ കേൾക്കുന്ന ഒരാളോട് പറയാണ്, നിങ്ങൾ ഭാഗ്യവാനാണെന്നും താഴെ ടൈപ്പ് ചെയ്യൂ. ഞാൻ പറയുന്നു, ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആലോചിക്കും, ആണോ, ഞാൻ ടൈപ്പ് ചെയ്യണോ, വേണോ, ടൈപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ, വർക്ക് ചെയ്യൂ, ഇതെനിക്കാണോ? ഞാനിപ്പോ പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാനാണെന്ന് താഴെ 10 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്കൊരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കോളൂ, എന്നിട്ട് പറയൂ, ലഭിച്ചില്ലേ പറഞ്ഞു. നിങ്ങൾ 10 തവണ 11 തവണയോ 10 തവണയോ താഴെ എന്റെ വീഡിയോ താഴെ കമന്റ് ചെയ്യൂ, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവാനാണെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ ഏത് സമയത്താണ് ചെയ്യുന്നത്, 12 മണിക്കൂറിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം സംഭവിച്ചിരിക്കും. ഇത് വാക്കാണ്, നോക്കി. അപ്പോ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാനൊരു സമ്പത്തിന്റെ മാഗ്നറ്റ് ആണെന്ന് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് സ്റ്റാമ്പ് ചെയ്യപ്പെടണം. ഞാൻ പോയെടുത്തു നിന്നെല്ലാം എനിക്ക് പണം എത്തുന്നു എന്ന് ഉപബോധ മനസ്സിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രക്രിയയാണ്. ഞാൻ എവിടെ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിലും ബാങ്കിൽ എൻ്റെ പേയ്മെന്റ് എത്രയുണ്ടെന്ന് ചിന്തിക്കാറേ ഇല്ല. ഞാൻ ചിന്തിക്കുന്നത് അത് നാളെ കൊടുക്കണം, സ്റ്റാമ്പ് അത് നാളെ കൊടുക്കണം, അത് എനിക്ക് നാളെ കിട്ടും കേട്ടോ, മറ്റന്നാൾ കിട്ടും, അപ്പൊ കൊടുക്കും. കിട്ടിയിരിക്കും. ഞാൻ കിട്ടില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കിട്ടിയിട്ടുമില്ല. അത് കുറച്ച് സമയം എടുക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് സമയം എടുത്തിട്ടുമുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് ഉപബോധ മനസ്സിന്റെ സെറ്റാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോളൂ, നിങ്ങളുടെ ലൈഫിൽ ഇത് തന്നെ സംഭവിച്ചതാണ്. നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വിളിച്ചിട്ട്, അബൂബക്കറെ എന്റെ കാശ്, അയാൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കും, ഇവൻ തരാൻ ഉദ്ദേശമില്ല കേട്ടോ. അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്, ഇല്ലേ? അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചേ. അനുഭവം ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അനുഭവമാണ്. അപ്പോ ഇവിടെ എന്താ സയന്റിഫിക് ആയിട്ടുള്ള ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂറോൺസ് ആണ് നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്ന, അറിയാം. ന്യൂറോൺസ് ഫയർ ടുഗദർ വയർ ടുഗദർ എന്ന് പറയുന്നത്. അതായത് ഹെബ്സ് ലോ ആണ് ഇതിന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനാണോ ഫയർ ചെയ്യുന്നത് അത് തന്നെ അവിടെ വയേർഡായി മാറും. അത് ഫയർ ചെയ്ത് വയേർഡ്. അപ്പൊ നമ്മൾ ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവാനാണ്, അത് അവിടെ വയേർഡായി പാത്തായി ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. ദാറ്റ് ഈസ് ബ്രെയിൻ്റെ സിസ്റ്റമാണ്. ഇത് മനസ്സിലാക്കാനുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിനെ അങ്ങനെ മാത്രമേ ഭാഗ്യം ലഭിക്കുള്ളൂ. ഇതെല്ലാം ബ്രെയിൻ്റെ സിസ്റ്റമാണ്, വൈബ്രേഷണൽ സിസ്റ്റമാണ്. ഇത് മാറ്റിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 ദിവസത്തെ ഒരു ക്ലാസ് ആണ് നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ
വിത്ത് ലോട്ടറി ടെക്നിക്. ഇത്തവണക്ക് മാത്രം ആ ഒരു ടെക്നിക്ക് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഇത്തവണ മാത്രമേ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ കൂടെ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കുള്ള ക്ലാസ് അതാകെ 7 ദിവസമുള്ള ക്ലാസ് ആണ്. 3 ദിവസം 2 ദിവസം കൂടി 4 ദിവസം കൂടി നിങ്ങൾക്ക് ലോട്ടറിക്ക് വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്യുന്ന ഹിപ്നോസിസ് നടത്തും. നിങ്ങൾക്ക് ഹിപ്നോസിസിന് ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ നൽകും, വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നൽകും. അതുപോലെ തന്നെ ലക്കി നമ്പർ എനർജി ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മണി ഫ്ലോ ഒരു സിസ്റ്റമാണത്. അത് നിങ്ങൾക്ക് നൽകും. എനർജി ക്ലെൻസിങ് അറിയാലോ. എനർജി ക്ലെൻസിങ് നമ്മൾ വാട്ടർ റിച്വൽസ് എന്ന് പറയുന്ന സാധനം, എനർജി ക്ലെൻസിങ്ങിന്റെ വാട്ടർ റിച്വൽസ് ഉണ്ട്, അത് നൽകും. ഫെയ്ത്ത് ജേണൽ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നൽകി. അങ്ങനെ 5 മെത്തേഡുകൾ 5 ദിവസത്തിനോട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ആ സിസ്റ്റത്തിലേക്ക് എത്തിച്ചു വരും. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ലോട്ടറി എടുക്കാതെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു ടെക്നിക്കും എൻ്റെ ഇല്ല. ലോട്ടറി എടുത്താൽ അടിപ്പിക്കാനുള്ള എല്ലാ ടെക്നിക്കും ഉണ്ട്. പക്ഷേ ഈ വൈബ്രേഷൻ മാറേണ്ടത് നിങ്ങളെയാണ്. വൈബ്രേഷൻ മാറ്റാൻ തയ്യാറായവർ മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്തോളുക. ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് പറയാനുള്ളത്. ഞാൻ ഈ ഭാഗം മുതൽ അങ്ങോട്ട് യൂട്യൂബിലേക്ക് നൽകുന്നതല്ല. ബാക്കി ഡീറ്റെയിൽസ് ഇനി പറയാൻ പോകുന്ന കാര്യം യൂട്യൂബുകാർക്കില്ല, ലൈവ് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഞാൻ കോഴ്സൊന്നും ഡയറക്റ്റ് യൂട്യൂബിൽ സെല്ല് ചെയ്യുന്നില്ല. അപ്പൊ താല്പര്യമുള്ളവർ അഡ്മിനെ വിളിച്ചോളൂ. ബാക്കി ഡീറ്റെയിൽസ് അൽബിൻ പറഞ്ഞുതരും. ഇപ്പോൾ ഈ ലൈവ് സെഷനിൽ ഈ പ്രാക്ടീസുകൾ നിങ്ങൾ നിത്യവും ചെയ്താൽ നമ്മുടെ എനർജി വൈബ്രേഷൻ മാറുകയും ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിൽ ലോട്ടറി വിന്നിങ് ആളായി നിങ്ങൾ മാറുകയും ചെയ്യും. ലോട്ടറി വിന്നിങ് എന്ന് പറയുന്നത് ഞാൻ ലക്കി ജാക്ക്പോട്ടിന് മാത്രമല്ല കേട്ടോ. നിങ്ങളെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുക, നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടുക, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറയണ്ടേ, വളരെ ലളിതമായി നിങ്ങൾ എന്നോട് പറയണ്ടേ, സാറിന്റെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം എനിക്ക് ഒരു ഗുണമാണ് സംഭവിച്ചത്. എനിക്ക് ജോലിയൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരു ഗുണം സംഭവിച്ചു. എല്ലാ ദിവസവും ഹസ്ബൻഡ് എനിക്ക് കാശ് തരും, എവറി ഡേ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ കാശ് തരാൻ സാധിക്കുന്നത്? ഈ പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് മക്കൾക്കും മറ്റുള്ളവർക്കും ബിസിനസ്സാണ്, വലിയ ബിസിനസ് ഉള്ളവരാണ്. അപ്പൊ അവർ പ്രാക്ടീസ് ചെയ്യുന്ന അവർക്ക് വേണ്ടി. അപ്പൊ പറഞ്ഞു, ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവിന് നല്ല ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കാശ് കിട്ടുന്നു. നമുക്ക് അങ്ങനെ അതാണല്ലോ ഒരു തരത്തിൽ ഭാഗ്യം. അപ്പൊ ഈ ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് എനർജിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂട്യൂബിലുള്ളവർക്ക് വേണ്ടി ഇത് ക്ലോസ് ചെയ്യാണ്. യൂട്യൂബിലുള്ളവർ ഇതിന് താല്പര്യമുണ്ടെങ്കിൽ അഡ്മിനെ വിളിച്ച് സംസാരിച്ചിട്ട് കോഴ്സ് വയ്ക്കുക. ഇത്തവണ മാത്രമാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ ലോട്ടറി വിന്നിങ് കൊടുക്കുന്നത്. ഇനി ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിലവിലില്ല, ഇനി ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് പോയി പഠിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഒരു കാര്യമുണ്ട്, ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ, നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്കും എൻ്റെ വൈഫിനും ഓരോ ലോട്ടറി അടിച്ചു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എമൗണ്ട് ഞങ്ങൾ എടുത്തത് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് അടിച്ചു വന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അടിച്ചു. അത് ഓപ്പൺ ആയിട്ട് പറയണം. ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ തന്നെ വൈബ്രേഷൻ ആണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ ഓക്കെ, ഇനി ഇവിടെ ലൈവിൽ ഇരിക്കുന്ന ആൾക്കാരോട്, നിങ്ങൾ ഭാഗ്യം എന്നും നമുക്ക് പുറത്താണ് എന്ന ചിന്തയിലായിരുന്നു നിങ്ങൾ ഇതുവരെയെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഭാഗ്യമുള്ളത് എവിടെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഭാഗ്യമുള്ളത് എവിടെയാണ്? പുറത്താണോ അകത്താണോ? പോരട്ടെ, പുറത്താണോ അകത്താണോ? അവനവന്റെ ഉള്ളിലാണ് ഭാഗ്യമുള്ളത്, അല്ലെ? അവനവന്റെ ഉള്ളിലാണ് ഭാഗ്യമുള്ളത്. അത് മനസ്സിലാക്കി നമ്മളുടെ ചിന്തകളുടെ വൈബ്രേഷൻ മാറുമ്പോൾ ഈ പറഞ്ഞ ലോട്ടറി അടിക്കുന്നതൊക്കെ ഉള്ള വഴിയിലെ അവസരങ്ങൾ നമുക്ക് വരുമെന്ന് പറയും. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം, ഡോണ്ട് ചേസ് ഫോർ ലക്ക്, ബിക്കം ദ വൈബ്രേഷൻ ഓഫ് ലക്ക് എന്നാണ് പറയാം. നമ്മൾ ഭാഗ്യത്തെ തേടിയാണ് നടക്കുന്നത്, അതല്ല ഭാഗ്യമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. നമ്മൾ ഇതുവരെ ഭാഗ്യം തേടി, എനിക്ക് എവിടെ ഭാഗ്യം കിട്ടുമോ എന്ന് തേടി നടക്കണം. എവിടെ ലക്കി എഴുതിയിട്ടില്ല, ലക്കി എന്ന് എവിടെ എഴുതിയിട്ടുണ്ട് എന്ന് നോക്കി നടക്കണം. അങ്ങനെയല്ല, പേരിന്റെ മുമ്പിൽ തന്നെ ലക്കി ദിനേശ് എന്നാക്കി മാറ്റണം. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണിത്. ആ ക്ലാസ്സിലൂടെ പഠിക്കുക, മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക. 11 ദിവസത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഭാഗ്യം നിങ്ങളെ തേടി വരാൻ ഇടവരുത്താതെ, നിങ്ങൾ ഭാഗ്യത്തെ നിങ്ങൾ തേടി പോകാതെ ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾക്കറിയാമല്ലോ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ ഫീസ് 10,000 rupees ആണ്.
ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്? എത്ര പേര് താല്പര്യമുണ്ട്? താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് എമൗണ്ട് എത്ര പേ ചെയ്യും? ബാക്കി നിങ്ങൾക്ക് കിട്ടല്ലേ? കമോൺ, ആരെത്ര ധൈര്യമുള്ള ആള് നോക്കട്ടെ. ഇപ്പൊ ഭാഗ്യത്തെ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് ഇവിടെ കാണിച്ചു. ഇപ്പൊ ഭാഗ്യത്തെ വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കുന്ന ആൾ. നിങ്ങൾ പറയുന്ന എമൗണ്ട് ഞാൻ ആ കോഴ്സ് വന്നിരിക്കും ഇപ്പൊ ഇവിടെ. നൗ 10,000 രൂപയുടെ ഭാഗ്യം എന്താ വെച്ചിരിക്കണോ? കമോൺ കമോൺ കമോൺ. എത്ര വന്ന് ഇപ്പൊ എടുക്കുക, ആർക്കും എടുക്കുക, ആർക്കും എടുക്കുക അല്ലെ? ഇതല്ലേ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതല്ലേ നിങ്ങൾ കണ്ട ഭാഗ്യം? ഇപ്പൊ അടിക്കുക അടിക്കുക ആർക്കും അടിക്കുക ആർക്കും അടിക്കണ്ടേ? പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ, കുലുക്കി കുത്തിയാണല്ലോ, കുലുക്കി കുത്തണം. ഇല്ല, അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്ക് കൃത്യമായി ആ പരിപാടിയൊന്നും ദിനേശ് മുങ്ങത്തിന്റെ ക്ലാസ്സിൽ ചെയ്യുന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ഫോർവേഡ്. ഞാൻ വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ക്ലാസ്സിന് ഓഫർ കൊടുക്കാത്ത? ഒരു കോഴ്സിന്റെ കൂടെ ഒരു കോഴ്സ് ഫ്രീ, അല്ലെങ്കിൽ മറ്റേ കോഴ്സിന്റെ ഒരു കോഴ്സ് ഫ്രീ, ഇങ്ങനെ ഓഫർ കൊടുക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ഫ്രീ കൊടുക്കാറില്ല ഞാൻ. എനിക്ക് ഫ്രീ ഇല്ല. എൻ്റെ അടുത്ത് വരുന്നവരെല്ലാവരും മൂല്യം അറിഞ്ഞു വരുന്നവർ വന്നാൽ മതി. ഫ്രീ എടുത്തിട്ട് ഫ്രീ മൈൻഡ് സെറ്റുമായിട്ട് ഇങ്ങോട്ട് ആരും വരണ്ട. കാരണം ഫ്രീ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഫ്രീ കിട്ടുമോ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ റിജക്റ്റഡ്. അത് പൂവർ മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് വേണ്ടത് റിച്ച് മൈൻഡ് സെറ്റ് ആണ്. പൂവർ മൈൻഡ് സെറ്റ് ഞാൻ എന്റർടൈൻ ചെയ്യുന്നില്ല. റിച്ച് മൈൻഡ് സെറ്റ് ആകുമ്പോൾ വെൻ യു ഗെറ്റ് സംതിങ് പേ ഫോർ ഇറ്റ്. ദാറ്റ് മേക്ക് യു വാല്യൂ. നിങ്ങൾക്ക് വാല്യൂ നൽകുന്നത് നിങ്ങൾ എന്ത് നൽകുന്നു എന്നതാണ്. അപ്പോൾ മാത്രമേ നമുക്കതാവാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായി പേ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന എത്രയുണ്ട് ഞാൻ നോക്കട്ടെ ഗൂഗിൾ പേ. ഇപ്പൊ തന്നെ അവർക്ക് അപ്രീഷിയേഷൻ കൊടുക്കാം. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ ഇപ്പോ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഒരു വണ്ടർഫുൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഗിഫ്റ്റാണ്, ഫ്രീ അല്ല, ഗിഫ്റ്റാണ്. എൻ്റെ 5,555 രൂപയാണ് ഇന്ന് കോഴ്സിന്റെ ഫീസ്. അടച്ച് ജോയിൻ ചെയ്യുന്നവർ ഇപ്പൊ ജോയിൻ ചെയ്തോ. ഒരു ഗിഫ്റ്റ് എൻ്റെ ഉണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് കിട്ടിയവർക്ക് ആണ് അതിന്റെ വാല്യൂ അറിയുക. ഭാഗ്യം അന്വേഷിക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, ഉണ്ടോ? 7 എന്റെ ഗൂഗിൾ പേ നമ്പർ വേണം അല്ലെ? ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് 75110792 അടിച്ചു. ഗൂഗിൾ പേ ആയിട്ട് 5,500 ലക്കി നമ്പറാണ്. 5555 അടിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ ചോദിച്ചാൽ ഇനി പഠിക്കുന്ന നിങ്ങൾ പഠിക്കാം. ഇനി ബാക്കിയുള്ള ഓപ്പൺ ഡിസ്കഷൻ ആർക്കും ഡൗട്ടുകൾ ഉണ്ടെന്ന് ചോദിക്കാം. വെരി ഗുഡ്. ഗീത ഒന്ന് ഓൾറെഡി പൈസ അടച്ചു. വെരി ഗുഡ്, ഞാൻ കണ്ടു. വെരി ഗുഡ് ഗീത. യെസ്, ഓക്കെ. പിന്നെ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വളരെ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവസാന നിമിഷം വന്ന് പറഞ്ഞാൽ സോറി എന്ന് ഞാൻ ഒറ്റയടിക്ക് പറയും. പറ്റൂല. കാരണം അങ്ങനെ എടുക്കില്ല. അവസാന നിമിഷത്തേക്ക് ആരും മാറ്റി വെക്കണ്ട. വരാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാനുള്ളവർക്ക് താല്പര്യം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ വീണ്ടും പറയുന്നു, വരണം, കാണുന്നു. മാറ്റം ഇതുവരെ ഉണ്ടായ ക്ലാസ് പോലെ ആയിരിക്കില്ല ഇത്തവണത്തെ ക്ലാസ്. ഹീലിംഗ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഹീലിംഗ് അനുഭവിച്ചിട്ടില്ല എന്ന്, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല ഹീലിംഗ് എന്ന് നിങ്ങൾക്ക് തൃശ്ശൂർ പ്രോഗ്രാമിൽ അറിയും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അന്ന് അവിടെ കണ്ടെത്തിയിരിക്കും. അത് അവസാന നിമിഷം ചെയ്തവർക്ക് പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കും ഈ പറഞ്ഞ പോലെ ഭാഗ്യത്തിലേക്ക് എത്താൻ അവർ തയ്യാറാവണം. ഭാഗ്യത്തിലേക്ക് എത്താൻ സ്വയം തയ്യാറാവാത്ത ഒരാൾക്ക് വിളിച്ച് ഇങ്ങോട്ട് വാ എന്നാ പിടിച്ചോ ഭാഗ്യം എന്ന് പറഞ്ഞു കൊടുക്കില്ല. ഇവിടെയും കൊടുക്കില്ല, എവിടെയും കൊടുക്കില്ല. അതിനനുസരിച്ച് അവരവർ തയ്യാറാവുക എന്ന് മാത്രമാണ് അറിയിക്കുക. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്തോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ആർക്കും ഉണ്ടോ ഇപ്പൊ പറഞ്ഞതിനകത്ത്? ഇല്ലല്ലോ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യും. ദിർഹത്തിന്റെ ലിങ്ക് തരാലോ. സെയിം ദിർഹത്തിൽ 5000 ദിർഹം അറിയാലോ അനിലെ. ദിർഹത്തിൽ കുറവാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. നാട്ടിലെ പൈസേനേക്കാളും കുറവാണ് ദിർഹംസ് വാങ്ങിക്കും. ഇപ്പൊ 5,555 എന്ന് പറയുമ്പോൾ ദിർഹം ആണെങ്കിൽ ഇപ്പോ ശരിക്ക് വരും 23.50. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാല് 236 രൂപ വരും. പക്ഷെ 225 അല്ല 222 രൂപ അടച്ചാൽ മതി. ശരി, ലിങ്ക് കൊടുത്താൽ 222 രൂപ അടച്ചാൽ 22 ദിർഹംസ്. അപ്പൊ എത്ര വരും അറിയോ? 23.50 അല്ല സാർ, റൗണ്ട് ആക്കി 225. നമുക്ക് മാജിക് നമ്പറിന് എടുക്കാം. മാജിക് നമ്പർ 2200. അപ്പോ 222 23.50 5200 വരും. റുപ്പീസിൽ 5200 വരും. 5,555 ഡിസ്കൗണ്ട് വേണ്ട, 10,000. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ബീന, ലോട്ടറി അടിച്ചാൽ ഡിസ്കൗണ്ട് തന്നാ കിട്ടുമോ? ഡിസ്കൗണ്ട് പൈസ കിട്ടിയാൽ മതിയോ? നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നു. അപ്പൊ അവർ പറയാണ് ലോട്ടറി അടിച്ചു, 1 കോടി ലോട്ടറി അടിച്ചു ബീന കെന്, ഡിസ്കൗണ്ട് കഴിച്ചിട്ട് പൈസ തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ, എന്നാ ഞാൻ ഡിസ്കൗണ്ട് തരാം.
അല്ലേ? ഓക്കെ. സർ സാർ ഒരു കാര്യം നമസ്കാരം സർ. ആ പിന്നെ യൂട്യൂബിന്റെ ചില സംഭവങ്ങൾ കാണുന്നില്ലല്ലോ, എന്താ അത്? എന്താ കാണാത്തെ? 29 യൂട്യൂബില് ഒരു ധ്യാനത്തിന്റെ കണ്ടു. അത് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് നല്ല മൂവിങ് ഉണ്ടായിരുന്നേ. ഉം. ഇപ്പൊ കുറെ ആയിട്ട് അത് കിട്ടുന്നില്ല. അതില് പൈസ അടയ്ക്കാൻ 29 രൂപ പൈസ അടയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഗൂഗിൾ പേ നോക്കുമ്പോ അത് ഓപ്പൺ ആവുന്നില്ല. അത് മെമ്പേഴ്സ് ഉള്ളി ആയിരിക്കും. ഞാൻ മെമ്പേഴ്സിലുണ്ട്. മെമ്പേഴ്സിലുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവില്ല. ഏതാണ് ധ്യാനം അത്? അത് ധ്യാനം ശീലമാക്കൂ പറഞ്ഞിട്ട്, ഉണ്ടല്ലോ, അതൊക്കെ നിത്യശീലമാക്കൂ ഉണ്ടല്ലോ. പറഞ്ഞിട്ട്. ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, അതുണ്ടല്ലോ. അത് ഇന്ന് രാവിലെ ഞാൻ നോക്കി കിട്ടുന്നില്ല, ഇന്നലെ നോക്കി കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അത് അടിച്ച ആണോ? സമയത്ത് അത് യൂട്യൂബിൽ അത് കിട്ടാറില്ല സാറേ, ഞാനും നോക്കാറുണ്ട്.